നമസ്കാരം. ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ഇറാന് നേരെ യുഎസും ഇസ്രയേലും നടത്തുന്ന ആക്രമണം തൽക്കാലം അവസാനിക്കുമെന്നും ഹോർമോസ് കടലിടുക്കിൽ ചരക്ക് നീക്കം സാധാരണ നിലയിലാക്കുമെന്നും അറബ് രാജ്യങ്ങളിൽ ഭീതിയൊഴിയുമെന്നും പ്രതീക്ഷിക്കാവുന്ന സംഭവ വികാസങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ഹോർമോസ് തുറന്നതിൽ നിന്ന് യുഎസ് ഉപരോധം തുടരുന്നത് ചൂണ്ടിക്കാട്ടി ഇറാൻ പിൻവാങ്ങിയെങ്കിലും പല തലങ്ങളിൽ തുടരുന്ന സംഭാഷണങ്ങളിലൂടെ തടസ്സങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. സംഘർഷം അവസാനിപ്പിക്കുകയല്ലാതെ ട്രംപിന് വേറെ വഴിയില്ല. ഇറാനും വിട്ടുവീഴ്ചയുടെ പാതയിലാണ്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നാണല്ലോ ട്രംപിന്റെ സുപ്രധാന ആവശ്യം. എന്നുവെച്ചാൽ ഇറാന്റെ ആണവ പരീക്ഷണം അവസാനിപ്പിക്കേണ്ടതില്ല, തൽക്കാലം നിർത്തിയാൽ മതിയെന്നിടത്തേക്ക് യുഎസ് അയഞ്ഞിട്ടുണ്ട്. ആണവ പരിപാടിക്ക് 5 വർഷം ഇടവേളയാകാമെന്നാണ് ഇറാന്റെ മറുപടി. ആണവ പരീക്ഷണത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന നിലപാടിൽ നിന്ന് അവരും അയഞ്ഞുവെന്ന് ചുരുക്കം. ലെബനാനിൽ താൽക്കാലിക വെടിനിർത്തലിന് ട്രംപ് നൽകിയ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേലും സന്നദ്ധമായിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ വാക്കുകൾ കേട്ട് ആക്രമണത്തിലേക്ക് എടുത്തു ചാടിയതിലൂടെ ട്രംപ് എന്ത് നേടിയെന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പല രൂപത്തിൽ ഉയരുന്നുണ്ട്. സാമ്പത്തിക സൈനിക നഷ്ടങ്ങളുടെയും അപമാനത്തിൻ്റെയും പരിഹാസ്യതയുടെയും ബന്ധവിച്ഛേദനത്തിൻ്റെയും നിരവധി ഉത്തരങ്ങൾ ഒറ്റ മാത്രയിലെ ആലോചനയിൽ തന്നെ ചികഞ്ഞെടുക്കാവുന്നതാണ്. അവയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുക ആരെ ഒതുക്കാനാണോ ട്രംപ് ഇറാനെ ലക്ഷ്യമിട്ടത് ആ ശക്തി കൂടുതൽ നേട്ടങ്ങളോടെ വിജയിച്ചു നിൽക്കുന്നുവെന്നതാണ്. ചൈനയുടെ നിശബ്ദ നേട്ടങ്ങളെക്കുറിച്ചോർത്താകും ട്രംപിന് വലിയ ഇച്ഛാഭംഗമുണ്ടാകുക. ലോകത്തെ ഏറ്റവും ഫലപ്രദമായ നിരീക്ഷണ ശേഷിയുള്ളതെന്ന് കരുതപ്പെടുന്ന റഡാർ ഡോം ഘടിപ്പിച്ച അമേരിക്കൻ യുദ്ധവിമാനമാണ് E-3 സെൻട്രി അൽ ഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബസിൽ. ഇത്തരത്തിലൊരു വിമാനം ഇറാൻ തകർത്തത് വല്ലാത്ത ഞെട്ടലാണ് യുഎസിനുണ്ടാക്കിയത്. മറ്റൊന്നിന് കാര്യമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഇറാന്റെ പ്രഹരശേഷി കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണെന്നും പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന് സഹായം നൽകുന്നുണ്ടെന്നും യുഎസിന് മനസ്സിലാക്കി കൊടുത്തു. E-3 സെൻട്രി നഷ്ടം. ഈ നീക്കത്തിൽ ഇറാന് ചൈനീസ് ഉപഗ്രഹ സ്ഥാപനമായ മിസാർ വിഷൻ-റേ സഹായം കിട്ടിയെന്ന് പിന്നീട് വ്യക്തമായി. കര മിസൈൽ പ്രൊപ്പല്ലറിന് ഉപയോഗിക്കുന്ന സോഡിയം പെർക്ലോറേറ്റ് ചൈന ഇറാന് നൽകിയതായും ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. സൈനികമായും സാമ്പത്തികമായും മാനസികമായും ചൈനയുടെ പിൻബലം ഇറാൻ ഉണ്ടായിരുന്നു. അഥവാ ചൈനയുടെ കൂടി യുദ്ധമാണിത്. അവർ നേരിട്ടിറങ്ങിയില്ലെങ്കിലും താരിഫ് യുദ്ധത്തിൽ ചൈനയോട് എതിരിട്ട് വശം കെട്ട ട്രംപ് മുന്നോട്ടുള്ള വഴി തേടിയാണ് ഇക്കഴിഞ്ഞ മാർച്ച് അവസാനം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ആ കൂടിക്കാഴ്ച അസാധ്യമാക്കി. അതോടെ മെയിലേക്ക് ഉച്ചകോടി മാറ്റി. അടുത്ത മാസം നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമെങ്കിലും ട്രംപിന് ഒരു മേൽക്കൈയും അവകാശപ്പെടാനില്ലാത്ത യുദ്ധവിരാമ കരാറാണ് ഇറാനുമായി ഒപ്പുവെക്കാൻ പോകുന്നതെങ്കിൽ ട്രംപ് ഒരുപക്ഷെ ബീജിംഗ് യാത്ര വേണ്ടെന്ന് വെച്ചേക്കാം. ഇറാനെ ആക്രമിക്കുമ്പോൾ ഭരണമാറ്റം, ആണവ പരിപാടി തകർക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പുറത്തേക്ക് പറഞ്ഞതെങ്കിലും ചൈനയ്ക്ക് അടികൊടുക്കുക എന്ന ലക്ഷ്യം കൂടി അകത്തുണ്ടായിരുന്നു. ആക്സിസ് ഓഫ് കയോസിന്റെ കേന്ദ്രം തകർക്കുകയായിരുന്നു ലക്ഷ്യം. ഇറാൻ, ഉത്തര കൊറിയ, ചൈന, റഷ്യ എന്നിവയെ ചേർത്താണ് കുഴപ്പത്തിന്റെ അച്ചുതണ്ടെന്ന് ട്രംപ് ഭരണകൂടം വിളിച്ചത്. ചൈനയുടെ സുഹൃത്തായ വെനസ്വേലയെ ഞങ്ങൾ വരുതിയിലാക്കി. ഇനി മറ്റൊരു വിശിഷ്ട സുഹൃത്ത് എന്നാണ് ഇറാൻ ആക്രമണം തുടങ്ങിയപ്പോൾ 1ാം ട്രംപ് ഭരണകൂടത്തിലെ ഉപദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മാറ്റ് പോട്ടിങ്കർ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇറാൻ ചൈന ബന്ധത്തിലോ വിഭവ കൈമാറ്റത്തിലോ സാമ്പത്തിക സഹകരണത്തിലോ ഒരു പരുക്കം വരുത്താൻ സാധിച്ചിട്ടില്ലെന്ന് വന്നാൽ ട്രംപ് എങ്ങനെ സഹിക്കും? ഹോർമോസ് ചൈനയ്ക്ക് മുന്നിൽ അടഞ്ഞതേയില്ല. ബീജിംഗിലേക്ക് ഇറാനിയൻ എണ്ണയൊഴുക്ക് നിലച്ചതുമില്ല. സൈനികമായി ചൈനയ്ക്ക് ആളൊഴിഞ്ഞ ഗോൾ പോസ്റ്റ് സമ്മാനിക്കുകയാണ് ഇറാൻ ആക്രമണത്തിലൂടെ യുഎസ് ചെയ്തതെന്ന് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്തോ പസഫിക്കിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന USS എബ്രഹാം ലിങ്കൻ അടക്കമുള്ള സന്നാഹങ്ങളെയാണ് പിൻവലിച്ച് ഇറാനെ പേടിപ്പിക്കാൻ കൊണ്ടുപോയത്. സൗത്ത് ചൈന കടലിലും തായ്വാനിലും ഫിലിപ്പൈൻസിലും ജപ്പാനിലും ദക്ഷിണ കൊറിയയിലുമെല്ലാമുള്ള US താൽപ്പര്യങ്ങളുടെ സംരക്ഷണമായിരുന്നു ഈ സന്നാഹങ്ങളുടെ യഥാർത്ഥ ദൗത്യം. ഇപ്പോൾ ചൈനയുടെ ഏക ഛത്രാധിപത്യമാണ് അവിടെയുള്ളത്. ഇവയെല്ലാം തിരിച്ച് വിന്യസിക്കുക എന്നത് അത്ര വേഗം സാധ്യമാകുന്ന ഒന്നല്ല.